ഒരു സാധാരണ പകൽ സമയത്ത് വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു തലസ്ഥാന നഗരിയിൽ അവര് 100 തവണയാണ് ബോംബിട്ടത്. അതൊരു യുദ്ധം ജയിക്കാനായിരുന്നില്ല, മറിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താനും ഒരു സന്ദേശം നൽകാനും വേണ്ടിയായിരുന്നു. ആ സന്ദേശം ഇതായിരുന്നു: ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ നിർത്താനും പോകുന്നില്ല. ഇസ്രായേല് ലബനനിൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്താഗതി ഇതാണ്. കടലാസിൽ രാഷ്ട്രീയക്കാര് വെടിനിർത്തൽ, ചർച്ചകൾ, സംഘർഷം കുറക്കൽ എന്നിവയ്ക്കുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ മാന്യമായിട്ടുള്ള വാക്കുകൾക്ക് പിന്നിൽ ക്രൂരമായിട്ടുള്ള മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം എന്നല്ല ഇസ്രായേൽ നേതാക്കൾ ചിന്തിക്കുന്നത്. എങ്ങനെ സമ്മർദ്ദം തുടരാം, എങ്ങനെ യുദ്ധഭൂമി സജീവമാക്കി നിർത്താം, പിന്നെ ഓരോ വെടിനിർത്തലിനെയും അടുത്ത ആക്രമണത്തിന് മുമ്പുള്ള ഒരു ചെറിയ ഇടവേളയാക്കി എങ്ങനെ മാറ്റാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഇസ്രായേൽ എന്തുകൊണ്ട് ലബനാനെ ആക്രമിക്കുന്നത് എളുപ്പത്തിൽ നിർത്തില്ല എന്നതിന്റെ 7 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. പലരും കരുതുന്നത് പോലെ ഈ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് അവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ നോക്കും. ആദ്യത്തെ കാരണം ലളിതമാണ്, എന്നാൽ വളരെ ക്രൂരവുമാണ്. വെടിനിർത്തലുകളെ ഒരു യഥാർത്ഥ അവസാനമായിട്ട് ഇസ്രായേൽ കാണുന്നില്ല. പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ആദ്യം ഒരു യുദ്ധം ഉണ്ടാക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു, പിന്നീട് ഒരു വെടിനിർത്തൽ കരാർ വരുന്നു. കടലാസിൽ 2 കൂട്ടരും യുദ്ധം നിർത്താമെന്ന് സമ്മതിക്കും. എന്നാൽ സത്യത്തിൽ ഇസ്രായേൽ അവരുടെ ഡ്രോണുകൾ ആകാശത്ത് നിലനിർത്തും. അതിർത്തികളിൽ ഓപ്പറേഷനുകൾ തുടരും, ചെറിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. കൂടാതെ വലിയൊരു ആക്രമണത്തിനുള്ള സാധ്യത എപ്പോഴും തുറന്ന് ഇടുകയും ചെയ്യും. ലബനാനിൽ 2024 കരാറിന് ശേഷമുള്ള സമാധാന സമയത്ത് പോലും ഇസ്രായേൽ ഡ്രോണുകൾ ആ രാജ്യത്തിന് മുകളിൽ പറക്കുന്നുണ്ടായിരുന്നു. അവർ നിരന്തരം വ്യോമാതിർത്തി ലംഘിച്ചു. തെക്കൻ ലബനനിലെ ആളുകൾ ജീവിച്ചത് എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു എന്ന ഭയത്തിലാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ എന്നത് ഒരു ഉറപ്പല്ല, അതൊരു തന്ത്രം മാത്രമാണ്. അവരുടെ വലിയ പ്ലാനുകൾക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ലംഘിക്കാവുന്ന ഒരു ഇടവേള മാത്രമാണത്. രണ്ടാമത്തെ കാരണം ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ലബനനേക്കാൾ വളരെ വലുതാണ് എന്നതാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ മനസ്സിൽ യഥാർത്ഥ ശത്രു ഹിസ്ബുള്ള മാത്രമല്ല, ശക്തവും സ്വതന്ത്രവുമായിട്ടുള്ള ഇറാൻ എന്ന രാജ്യമാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതികളെ വൈകിപ്പിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടത്. വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ കഴിയാത്ത വിധം ഇറാനെ തളർത്തണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. ആ നീണ്ട യുദ്ധത്തിലെ ഒരു മുഖം മാത്രമാണ് ലബനൻ. ഹിസ്ബുള്ളയെ ഇറാന്റെ ഭാഗമായിട്ട് കാണുന്നിടത്തോളം കാലം ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ ലബനാനെയും കാണുന്നത്. അതിനർത്ഥം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ലബനനിലെ യുദ്ധം പെട്ടെന്ന് നിർത്തുന്നത് അപകടമാണ് എന്നാണ്. കാരണം അത് ഇറാന് മുകളിലുള്ള സമ്മർദ്ദം കുറക്കും. ഇറാനെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ ലബനാനിൽ എപ്പോഴും പ്രശ്നങ്ങളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ കാരണം അടുത്തിടെ അമേരിക്കയും ഇറാനും തമ്മിലുണ്ടാക്കിയിട്ടുള്ള വെടിനിർത്തലുമായും ബന്ധപ്പെട്ടതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയപ്പോൾ ഗാസ, സിറിയ, ഇറാഖ് ഒപ്പം ലബനൻ എന്നിവിടങ്ങളെല്ലാം പ്രശ്നങ്ങൾ അവസാനിക്കണം എന്നായിരുന്നു ഇറാന്റെ ചിന്ത. ഇറാന്റെ ന്യായം വളരെ ലളിതമായിരുന്നു: നിങ്ങളുടെ സഖ്യകക്ഷികൾക്ക് സുരക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കും സുരക്ഷ ലഭിക്കണം. എന്നാൽ ഇസ്രായേലിന്റെ പ്ലാന് മറ്റൊന്നായിരുന്നു. ഈ പ്രക്രിയയുടെ പൂർണ്ണ നിയന്ത്രണം തനിക്കില്ലാത്തതിനാൽ നെതന്യാഹു ദേഷ്യത്തിലായിരുന്നു. അദ്ദേഹം ട്രംപിൽ സമ്മർദ്ദം ചെലുത്തി വളരെ വേഗം അമേരിക്കയുടെ നിലപാട് മാറി. ലബനാൻ ഈ കരാറിന്റെ ഭാഗമല്ല എന്നായി അവർ. അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതല്ല, അത് ഇസ്രായേലെ മനഃപൂർവ്വം ലബനാനെ വെടിനിർത്തലിൽ നിന്ന് മാറ്റിയതാണ്. അതിലൂടെ അവർക്ക് 2 കാര്യങ്ങൾ കിട്ടി. ഒന്ന്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ലംഘിക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും ലബനാനിൽ ബോംബിടാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. 2, അവർ ഇറാനായിട്ട് ഒരു കെണിയൊരുക്കി. ഇറാൻ ഹിസ്ബുള്ളയെയും ലബനാനെയും പരസ്യമായിട്ട് സഹായിച്ചാൽ വെടിനിർത്തൽ ലംഘിച്ചെന്ന് പറഞ്ഞ് ഇറാനെ കുറ്റപ്പെടുത്താം. ഇനി ഇറാൻ മിണ്ടാതിരുന്നാൽ സ്വന്തം സഖ്യകക്ഷികളെ അവർ വഞ്ചിച്ചു എന്നും പറയാം. ചുരുക്കത്തിൽ ലബനനെ ഉപയോഗിച്ചിട്ട് വെടിനിർത്തൽ ഇല്ലാതാക്കാനും ഈ മേഖലയിൽ എപ്പോഴും ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിർത്താനുമാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാരണം ലബനാന്റെ ആഭ്യന്തര കാര്യമാണ്. ലബനാനിലെ രാഷ്ട്രീയത്തെ ഒരു ആയുധമാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇതെല്ലാം നടക്കുന്ന സമയം ഒന്ന് ശ്രദ്ധിക്കുക. ഇറാനിൽ വെച്ച് ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുകയും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തതിനു ശേഷം ലബനാൻ സർക്കാർ യോഗം ചേരുകയും 2 പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗം ലബനീസ് നിയമപ്രകാരം ഇനി അംഗീകരിക്കപ്പെട്ടതല്ല എന്ന് അവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു.
മാത്രമല്ല ആദ്യമായിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലുമായിട്ട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അവർ തുറന്നു പറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല, ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, ഹിസ്ബുള്ളയുടെ പ്രവർത്തികളിൽ നിന്ന് ഞങ്ങൾക്ക് മാറി നിൽക്കണം, ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്, അതുകൊണ്ട് ഇസ്രായേലിലെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം എന്ന് അവർ ലോകത്തോട് അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ശരി, നമുക്ക് ചർച്ച ചെയ്യാം, സംഘർഷങ്ങൾ കുറക്കാം എന്ന് അവർ പറഞ്ഞു. ഇല്ല, അവർ ആക്രമണം ശക്തമാക്കുകയാണ് ചെയ്തത്. തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ ബോംബിങ്, ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ, രാജ്യത്തെ കാൽഭാഗം ആളുകളെയും വീടുകളിൽ നിന്ന് പുറത്താക്കി. ഇതിന് പിന്നിൽ എന്താണ്? അവർ ദുർബലമാകുമ്പോൾ അവർക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം കൊടുക്കുക എന്നതാണ് അവരുടെ യുക്തി. ഹിസ്ബുള്ളയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹായത്തെ ആശ്രയിക്കുന്ന, തിരിച്ച് പ്രതികരിക്കാൻ ഭയമുള്ള ഒരു സർക്കാർ ലെബനനിൽ ഉണ്ടാകണം എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതേസമയം ഈ സർക്കാർ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് പരാജയപ്പെടണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വന്നാൽ അവർക്ക് ഇങ്ങനെ പറയാമല്ലോ, ഞങ്ങൾ നിങ്ങൾക്കൊരു അവസരം തന്നു, നിങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇടപെടേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ നിരന്തരം അവിടെ ഇടപെടാനുള്ള ഒരു ന്യായീകരണം അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് നമ്മളെ 5ാമത്തെ കാരണത്തിലേക്കാണ് എത്തിക്കുന്നത്. നെതന്യാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്ത്രമായിട്ടുള്ള ചർച്ചകളും ഒപ്പം യുദ്ധവും എന്നതാണത്. അടുത്തിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലെബനാനിൽ ഒരു വെടിനിർത്തലുമില്ല, എന്നാൽ ലെബനാൻ സർക്കാരുമായിട്ട് ചർച്ച തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. കേൾക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നാം, എന്നാൽ സത്യത്തിൽ ഇതൊരു കെണിയാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ലെബനീസ് പ്രതിനിധികൾ വാഷിംഗ്ടണിലേക്ക് പറക്കുന്നു, അവിടെ പോയി ചർച്ചയിൽ പങ്കെടുക്കുന്നു. എന്നാൽ അതേസമയം അവരുടെ സ്വന്തം ഗ്രാമങ്ങളിൽ ബോംബ് വീഴുകയാണ്, സ്വന്തം ജനങ്ങൾ കൊല്ലപ്പെടുകയാണ്, സ്വന്തം സൈന്യത്തിന് ഇതൊന്നും തടയാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥ അവർക്ക് വലിയ അപമാനമാണ്. സ്വന്തം ജനങ്ങളുടെ മുന്നിൽ ലെബനൻ സർക്കാരിൻ്റെ വില ഇല്ലാതാക്കാൻ ഇത് കാരണമാകും. ഈ ആക്രമണങ്ങൾക്കിടയിൽ എന്ത് കരാർ ഉണ്ടാക്കിയാലും അത് പേടിച്ച് കീഴടങ്ങുന്നതിന് തുല്യമാകും. നെതന്യാഹുവിന് ഇത് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഈ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് സൈനിക ആക്രമണം തുടരുന്നതിനൊപ്പം തന്നെ ഇസ്രായേൽ നയതന്ത്രത്തിന് തയ്യാറാണ് എന്ന് ലോകത്തെ കാണിച്ച് പറ്റിക്കാനാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ മറച്ചുവെക്കാനുള്ള വെറുമൊരു നാടകം മാത്രമാണിത്. 6ാമത്തെ കാരണം ഈ യുദ്ധത്തിന്റെ മറുഭാഗത്താണ്. ഹിസ്ബുള്ളയുടെ നിലപാടും അതിൽ ഇസ്രായേലിനുമുള്ള നിരാശയുമാണത്. ലെബനീസിന്റെ മണ്ണിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും ലെബനാനെ ഭീഷണിപ്പെടുത്തുന്നത് നിർത്തണമെന്നും തെക്കൻ അതിർത്തിയിൽ നിന്ന് ലെബനീസ് ജനങ്ങളെ അകറ്റി നിർത്തി ഒരു ബഫർ സോൺ, സുരക്ഷാ മേഖല ഉണ്ടാക്കാമെന്നുള്ള സ്വപ്നം ഉപേക്ഷിക്കണമെന്നുമാണ് ഹിസ്ബുള്ള പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും തെക്കൻ ലെബനനിൽ ഇസ്രായേലിനെ അവരുടെ പ്രധാന യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നും നേടാനായിട്ടില്ല. പ്രധാന നഗരങ്ങളൊന്നും പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ലിറ്റാനി നദി വരെ നീളുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു ബഫർ സോൺ ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ കുറച്ച് കിലോമീറ്ററുകളിൽ നിന്ന് ജനങ്ങളെ ഓടിക്കാനും ആ പ്രദേശം നശിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോരാളികളുടെ ഒരു സംഘം എന്ന നിലയിൽ ഹിസ്ബുള്ളയെ തകർക്കാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഇതാണ്: ഞങ്ങൾ എന്തിന് ദുർബലരായിട്ട് നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം? അവർ ജയിക്കുന്നില്ലല്ലോ. എന്നാൽ ഇസ്രായേലിന് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഹിസ്ബുള്ളയെ നിലനിർത്തുന്ന തെക്കൻ ലെബനൻ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാത്ത ഒരു വെടിനിർത്തൽ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാലും കൂടുതൽ നശിപ്പിച്ചാലും കുറച്ചുകൂടി സമയമെടുത്താലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അവർ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മളെ നേരെ ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മുടെ 7ാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം. തെക്കൻ ലെബനാനെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള അവരുടെ സ്വപ്നമാണത്. ഇതൊരു പുതിയ കാര്യമല്ല. 1919 തന്നെ സയനിസ്റ്റ് നേതാക്കൾ ബ്രിട്ടീഷുകാരോട് ഫലസ്തീന്റെ അതിർത്തി കുറച്ചുകൂടി വടക്കോട്ട്, അതായത് ലിറ്റാനി നദി വരെ നീട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തിനായിരുന്നു അത്? വെള്ളം, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി, സുരക്ഷ, ഇതൊക്കെ തന്നെയായിരുന്നു കാരണം. അതിനുശേഷം ഓരോ കുറച്ച് പതിറ്റാണ്ടുകൾ കൂടുമ്പോഴും ഇതേ കഥ ആവർത്തിക്കുന്നുണ്ട്. 1978 ഇസ്രായേൽ തെക്കൻ ലെബനാനെ ആക്രമിച്ചു. 1982 അവർ ബെയ്റൂട്ട്
വരെ എത്തി നഗരം ഉപരോധിച്ചു. അതിനുശേഷം 18 വർഷത്തോളം തെക്കൻ ലെബനാനിൽ ഒരു അധിനിവേശ മേഖല ഉണ്ടായിരുന്നു. 2000-കളിൽ മാത്രമാണ് അവർ പിന്മാറിയത്. അന്നുപോലും ലെബനാൻ തങ്ങളുടേതെന്ന് കരുതുന്ന ചില സ്ഥലങ്ങൾ അവർ വിട്ടുകൊടുത്തില്ല. പിന്നീട് 2006-ലും വലിയൊരു യുദ്ധമുണ്ടായി. ഇപ്പോൾ വീണ്ടും 2023 മുതൽ 26 വരെ വലിയ ആക്രമണങ്ങളും ആളുകളെ കുടിയൊഴിപ്പിക്കലും നമ്മൾ കാണുന്നു. ലിറ്റാനി നദി വരെ ഒരു ബഫർ സോൺ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ പരസ്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് വിളിക്കാം. അതല്ല, വളരെ ടെക്നിക്കലായിട്ട് പറയാനാണ് എന്നുണ്ടെങ്കിൽ സുരക്ഷ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നൊക്കെ വിളിക്കാം. എന്ത് പേരിട്ട് വിളിച്ചാലും കാര്യമില്ല. അവരുടെ സ്ഥിരമായിട്ടുള്ള ആശയം ലളിതമാണ്. തെക്കൻ ലെബനാൻ ഇസ്രായേലിലെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരിക്കണം. അത് അവർ പിടിച്ചെടുത്ത ഭൂമിയായോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാവൽ നിൽക്കുന്ന സൈന്യമില്ലാത്ത ഒരു ബഫർ സോണായോ ആയിരിക്കണം. അതുമല്ലെങ്കിൽ ഒരു വലിയ ഭീഷണിയാകാൻ കഴിയാത്ത വിധം തകർന്നുപോയ ഒരു പ്രദേശമായോ ആയിരിക്കണം തെക്കൻ ലെബനാൻ. ഈ ഒരു ലക്ഷ്യം അവരുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം ഈ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ഒരു അവസാനം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരുപക്ഷെ അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. താഴെത്തട്ടിൽ തങ്ങളുടെ പ്രധാന സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേല് അതിലും മോശമായിട്ടുള്ള മറ്റൊരു വഴി തെരഞ്ഞെടുക്കും. ലെബനാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ലെബനൻ സർക്കാരിനോട് ഇങ്ങനെ പറയുകയാണ് എന്ന് സങ്കല്പിക്കുക: നിങ്ങൾക്ക് സമാധാനം വേണം, എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ താഴെ വെപ്പിക്കണം. കേൾക്കുമ്പോൾ അതൊരു ലളിതമായിട്ടുള്ള സുരക്ഷ ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അത് സംഭവിക്കുകയാണെങ്കിൽ അത്ര വലിയ ആയുധബലമില്ലാത്ത എന്നാൽ ജനപ്രിയരായിട്ടുള്ള ലെബനീസ് സൈന്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ശക്തരായിട്ടുള്ള ഒരു സായുധ സംഘവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഏറ്റുമുട്ടൽ വെറും 2 സേനകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് ഒതുങ്ങില്ല. അത് അവിടുത്തെ സമുദായങ്ങളെയും പ്രദേശങ്ങളെയും തമ്മിലടിപ്പിക്കും. സൈന്യത്തെ തന്നെ രാഷ്ട്രീയമായിട്ടും സമുദായപരമായിട്ടും അത് പലതായിട്ട് വിഭജിക്കും. ചുരുക്കത്തിൽ അതൊരു പുതിയ ആഭ്യന്തര യുദ്ധത്തിനുള്ള വഴി കൂടിയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് അവർക്കൊരു പ്രശ്നമേയല്ല, അതവരുടെ ഒരു തന്ത്രമാണ്. ശത്രുരാജ്യം ആഭ്യന്തര പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുമ്പോൾ പുറത്തുനിന്ന് അവരെ നിയന്ത്രിക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. ആ ഗ്രാമങ്ങളിലുള്ളവർ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഓരോ ഗ്രാമവും പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കേന്ദ്ര സർക്കാർ തകർന്നു കഴിഞ്ഞാൽ പിന്നെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല. അതിർത്തിയിൽ ഡ്രോണുകളും പീരങ്കികളുമായിട്ട് കാത്തിരുന്നാൽ മതി. ഇഷ്ടമുള്ളപ്പോൾ ആക്രമിക്കാം. അതിർത്തിക്കപ്പുറത്തെ ഈ കുഴപ്പങ്ങൾ അവരുടെ ശത്രുക്കളെ തനിയെ ദുർബലരാക്കിക്കോളും. ഈ പ്ലാനിന്റെ ഒരു രൂപം നമ്മൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. 2024 വെടിനിർത്തലിന് ശേഷം ലെബനീസ് സൈന്യവും ഹിസ്ബുള്ളയും ഒരു പരിധിവരെ യോജിച്ച് പ്രവർത്തിച്ചിരുന്നു. ചില ആയുധങ്ങൾ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തെ അതിർത്തിയിൽ നിന്ന് മാറ്റാനേ അവർ തയ്യാറായി. അത് കരാറിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവർ ഒന്നിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ആ കഥ മാറ്റിയെഴുതാൻ ശ്രമിക്കുകയാണ്. അവരുടെ പുതിയ സന്ദേശം ഇതാണ്: സൈന്യം ഹിസ്ബുള്ളയുമായിട്ട് സഹകരിക്കരുത്, അവരെ എതിർക്കണം. സർക്കാരാണെങ്കിൽ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം, അവരുടെ അധികാരം ഇല്ലാതാക്കണം. അതിനുശേഷം അവരെ അവിടെ നിന്ന് ഒഴിവാക്കുകയും വേണം. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. സ്വന്തം രാജ്യത്തിനുള്ളിൽ ആയുധം താഴെ വെപ്പിക്കാനുള്ള ഈ നിർദ്ദേശം യഥാർത്ഥത്തിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനുള്ള തുടക്കമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇസ്രായേൽ എളുപ്പത്തിൽ ലെബനാനെ ആക്രമിക്കുന്നത് നിർത്തില്ല. കാരണം അവരുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ലെബനാൻ വെറുമൊരു അയൽരാജ്യം മാത്രമല്ല, ഈ മേഖലയിലെ അവരുടെ കളികളിലെ ഒരു പ്രധാന കരുവാണത്. ഇറാനെ നിയന്ത്രിക്കാനുള്ള ഒരു വഴിയാണിത്. ബഫർ സോണുകളും സുരക്ഷാ മേഖലകളും പരീക്ഷിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണിത്. അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ഉപകരണം കൂടിയാണിത്. ബോംബുകൾക്കിടയിൽ നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു സർക്കാരിനെ അപമാനകരമായിട്ടുള്ള ചർച്ചകൾക്ക് നിർബന്ധിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. ഇനി ഏറ്റവും മോശമായിട്ടുള്ള വശം ചിന്തിച്ചാൽ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെ നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ഇല്ലാതാക്കാൻ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് അവർ സ്വപ്നം കാണുന്ന ഒരിടം കൂടിയാണ് ലെബനാൻ. ഇതിനർത്ഥം ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്നാണോ? അല്ല. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഒരു നഗരത്തിൽ 10 മിനിറ്റിനുള്ളിൽ 100 വ്യോമാക്രമണങ്ങൾ നടത്താൻ ഉത്തരവിട്ട അതേ നേതാക്കളിൽ നിന്ന് വെടിനിർത്തൽ, കരാറ്, ധാരണ, ചർച്ചകൾ എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം. അവർ പുറത്തു പറയുന്ന കാര്യങ്ങളും അവരുടെ യഥാർത്ഥ തന്ത്രങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കുറുക്കറ്റ് വളരെ ബുദ്ധിമാനാണ്. രാത്രിയിൽ കോഴിക്കോടിന് ചുറ്റും കറങ്ങുമ്പോൾ ക്യാമറ നോക്കി എങ്ങനെ ചിരിക്കണം എന്ന് അതിന് നന്നായിട്ടറിയാം.